ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായിട്ട് ഈശോ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുന്ന നിമിഷങ്ങളിലൂടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ കടന്നു പോകുന്നത്. ഈശോയുടെ ഈ വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, ഈശോയെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തനായവൻ തൻ്റെ വലിയ കരുണ നമ്മളിലേക്ക് വർഷിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് കടന്നു വരികയാണ്. നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ഈശോയ്ക്കായിട്ട് തുറന്നു കൊടുക്കാം. ഈശോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ വലിയ കരുണയുടെ ആലിംഗനത്തിൽ നമ്മൾ അമരുമ്പോൾ നമ്മുടെ ജീവിതം ഈശോയുടെ വലിയ കരുണ അനുഭവിക്കുവാനായിട്ട് തുടങ്ങും. ഈ നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി കരുണയായി, സ്നേഹമായി തൻ്റെ ശരീരവും രക്തവും നമുക്ക് പങ്കുവെച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഈശോയെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയായി, സ്നേഹമായി കടന്നു വരുന്ന ഈശോയെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഈ വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തിയായിട്ട് മാറട്ടെ. ഈശോ ഓരോ നിമിഷവും നമ്മളെ അവൻ്റെ കരുണ കൊണ്ട് പൊതിയുകയാണ്. പ്രിയമുള്ളവരെ, ബൈബിളിലെ അവസാനത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 20-ാം വചനമാണ്. വെളിപാടിൻ്റെ പുസ്തകത്തെ ഉപസംഹരിച്ചുകൊണ്ട് യോഹന്നാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവായ യേശുവേ വരണമേ. കം ലോർഡ് ജീസസ് കം. ഈ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ കരുണയായി എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ബൈബിളിലെ മനുഷ്യൻ്റെ ദൈവവുമായിട്ടുള്ള ആദ്യത്തെ സംഭാഷണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. ദൈവത്തിനോട് മനുഷ്യൻ പറയുകയാണ്, തോട്ടത്തിൽ നിന്റെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഞാൻ ഓടി ഒളിച്ചതാണെന്ന്. തൊടരുത്, കഴിക്കരുത് എന്ന് പറഞ്ഞ ആ പഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട്
ഞാൻ നിന്നിൽ നിന്ന് ഓടി ഒളിച്ചതാണെന്ന്. പ്രിയമുള്ളവരെ, മനുഷ്യകുലത്തിൻ്റെ ആദ്യത്തെ ദൈവവുമായുള്ള സംഭാഷണവും ബൈബിളിലെ അവസാനത്തെ പ്രാർത്ഥനയുടെയും ഇടയിൽ നടക്കുന്നത് വലിയ ഒരു ദൈവീക ഇടപെടലാണ്. മനുഷ്യൻ്റെ ആദ്യ പാപത്താൽ പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടതു മുതൽ മനുഷ്യൻ്റെ സഹനങ്ങളുടെയും വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും പാപത്തിൻ്റെയും ഒട്ടനവധി സംഭവങ്ങളാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. അവസാനം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ, ഈശോയുടെ മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ, സ്വർഗാരോഹണത്തിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമാകുന്ന പന്തക്കുസ്ത അനുഭവത്തിലൂടെയൊക്കെ മനുഷ്യന് കിട്ടിയ വലിയ രക്ഷയുടെ ആ വലിയ അഭിഷേകത്തിൻ്റെ അനുഭവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ മനുഷ്യൻ്റെ ആദ്യ സംഭാഷണം, ഭയം മൂലം ഞാൻ നിന്നിൽ നിന്ന് ഓടിയൊളിച്ചു. എന്നാൽ അവസാനത്തെ ബൈബിളിലെ പ്രാർത്ഥന, ഈശോയെ നീ വരണമേ എന്നാണ്. ദൈവത്തെ ഭയപ്പെട്ട് ഓളിയൊടിക്കുന്ന മനുഷ്യനെ നമ്മൾ ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നുവെങ്കിൽ ആ പാപം മനുഷ്യനിൽ ഭയം നിറച്ച് ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ അവനെ എത്തിച്ചെങ്കിൽ യേശുക്രിസ്തുവിലൂടെ അവിടുത്തെ കുരിശിലെ മരണം വഴി മനുഷ്യനെയും ദൈവത്തെയും അവിടുന്ന് അനുരഞ്ജിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. യേശുവിലൂടെയുള്ള അനുരഞ്ജനപ്പെടല് ദൈവത്തിൽ നിന്ന് ഓടിയൊളിക്കുന്നതിന് പകരം അവനിലേക്ക് കൈകൾ നീട്ടി ദൈവമേ എൻ്റെ അടുത്തേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പാപം മൂലം ഓടിയൊളിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ കുരിശുമരണം വഴി വീണ്ടും ദൈവത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്, കർത്താവായ യേശുവേ വരണമേ, കം ജീസസ് കം. ഈ നിമിഷങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നീ വരണമേ. ഈ സമയം കരുണാമയനായ ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ഒരിക്കൽ കൂടി വെളിപാടിൻ്റെ പുസ്തകത്തിലെ പ്രാർത്ഥന, കം ലോർഡ് ജീസസ് കം. കർത്താവേ നീ വരണമേ എന്നീ പ്രാർത്ഥന ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് യേശുവിലൂടെ നമുക്ക് ലഭിച്ച വലിയ കരുണ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കരുണിയായ ദൈവത്തെ, പാപത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് വീണ്ടെടുത്തു തന്ന ആ കുരിശു മരണത്തെ ഓർത്ത്, ആ പീഡാസഹനത്തെ ഓർത്ത് നമുക്കൊരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കുവാൻ, നീ എന്നെ രക്ഷിക്കുവാൻ കടന്നു വരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഈശോയെ ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനായിട്ട് നീ കടന്നു വരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ കടന്നു വരണമേ. തകർന്നു വീണവരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഈശോയെ നിമിഷം കടന്നു വരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തളർന്നവരെ താങ്ങുവാനായിട്ട് ഈശോയെ നിമിഷം കടന്നു വരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഈശോയെ പാപികളായ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് കുരിശിൽ മരിച്ചവനെ നീ കടന്നു വരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഈശോയെ തകർന്ന
എൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാനായിട്ട് നീ കടന്നു വരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. തകർന്ന ദാമ്പത്യ ബന്ധങ്ങളെ നവീകരിക്കുവാനായിട്ട് ഈശോയെ നീ കടന്നു വരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനായിട്ട് കടന്നു വരണമേ. എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ, തൊട്ട് സൗഖ്യപ്പെടുത്തുവാനായിട്ട് ഈശോയെ നിമിഷങ്ങളിൽ നീ കടന്നു വരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഈശോയെ നീ എൻ്റെ രോഗങ്ങൾ ഏറ്റെടുത്ത് എന്നെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് നീ കടന്നു വരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോ എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് കടന്നു വരണമേ. ഹല്ലേലൂയ. എൻ്റെ വേദനകളും മുറിവും ഈശോയെ നീ സൗഖ്യപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈശോയെ നീ കടന്നു വരണമേ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്. ഈശോയെ ആരാധന ആരാധന ആരാധന. എൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാനായിട്ട് കാരുണ്യവാനായ ഈശോയെ, കരുണയുടെ തിരുമുഖമുള്ള ഈശോയെ ഈ നിമിഷം കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഈശോയെ എൻ്റെ ജീവിതത്തിലെ കടബാധ്യതകളുണ്ട്. ഈശോയെ ഈ കടബാധ്യതകൾ ഏറ്റെടുക്കുവാനായിട്ട് നീ കടന്നു വരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് എനിക്ക് വിമുക്തി നൽകുവാനായിട്ട് ഈശോയെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത സമയങ്ങളുണ്ട്, നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തുവാൻ കഴിയാത്ത നിമിഷങ്ങളുണ്ട് ഈശോയെ. ആ നിമിഷങ്ങളിൽ വലിയ അഭിഷേകമായി കൃപയായിട്ട് കടന്നു വരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയുടെ വലിയ കരുണ നമ്മളിലേക്ക് കടന്നു വരുന്നതിനെ ഓർത്ത് ഈശോയെ സ്തുതിച്ചുകൊണ്ട് നന്ദിയുടെ ഒരു ഗാനം പാടി നമുക്ക് ഈശോയുടെ കരുണയെ, ഈശോയുടെ സ്നേഹത്തെ, ഈശോയുടെ സാമീപ്യത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം, ഏറ്റെടുക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. ചിഹ്നമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമായ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമായ സ്നേഹത്തിനും സ്നേഹമായ ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഈശോയെ കടന്നു വരണമേ. ഈശോയെ കം ജീസസ് കം. നമ്മുടെ ജീവിതത്തിലെ ആവശ്യമായ ഓരോ നിയോഗങ്ങളും നമുക്ക് പ്രത്യേകം ഈശോയ്ക്ക് സമർപ്പിക്കാം. രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, നമ്മുടെ വേദനകളും മുറിവുകളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ ഓരോ ആവശ്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സമാപന ആശീർവാദം നമുക്ക് ജീവിതത്തിൽ ഏറ്റെടുക്കാം. ഈ നിമിഷങ്ങളിൽ ഈശോയുടെ കരുണ, സ്നേഹം, സൗഖ്യം നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും കടന്നു വരികയാണെന്ന വലിയ ബോധ്യത്തോടെ ഈശോയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.